ഹലോ, നമ്മളിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മലയോര പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പുതുമയുള്ള വീഡിയോ ഒന്നുമല്ല, അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്തോളൂ. പക്ഷേ നമ്മളെ പോലെ തൃശ്ശൂർ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പൈനാപ്പിൾ കൃഷിയൊന്നും നമ്മുടെ ഏരിയയിൽ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊരു പുതുമയുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ. നമ്മളിവിടെ വന്ന സമയത്തെ രണ്ട് വലിയ നാഷണൽ പെർമിറ്റിലും അതുപോലെ രണ്ട് ചെറിയ വണ്ടികളിലും പൈനാപ്പിൾ കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് തോട്ടത്തിലൂടെ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം. ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ പാൻറ്റിലൊക്കെ ഇതിൻ്റെ മുള്ളുകൾ പിടിച്ച് വലിക്കുന്നുണ്ട്. ട്രൗസറൊക്കെ ഇട്ട് വരികയാണെങ്കിൽ എന്തായാലും കാലൊക്കെ മുറിയുന്ന ഉറപ്പാണ് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സ്വാദിഷ്ടമായ അല്ലെങ്കിൽ ഏറ്റവും മധുരമുള്ള പൈനാപ്പിൾ കൃഷി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ് കേട്ടോ. കേരളത്തിലെ വാഴക്കുളത്താണ്. അതുകൊണ്ട് തന്നെ വാഴക്കുളം പൈനാപ്പിൾ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് മൗറീഷ്യസ് ഇനത്തിൽപ്പെട്ട പൈനാപ്പിളാണ് കേട്ടോ. വാഴക്കുളത്ത് നിന്ന് ഏറ്റവും പ്രീമിയം പൈനാപ്പിൾ പോകുന്നത് ഗുജറാത്തിലേക്കും ഡൽഹിയിലേക്കുമാണ് കേട്ടോ. ഈ ഒരു ഏരിയയിലെ പൈനാപ്പിൾ മുഴുവൻ കട്ട് ചെയ്തിട്ട് നടക്കുന്ന വഴിയിലേക്ക് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടീം വന്നിട്ട് ഇത് പറക്കി കൊട്ടയിലാക്കിയിട്ട് വണ്ടിയിൽ കയറ്റും. വണ്ടിയിൽ കയറ്റുന്നതിന് മുമ്പ് ഇവർ സോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സൈസ് അനുസരിച്ചിട്ടാണ് ഇവർ വണ്ടിയിൽ കയറ്റുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഏരിയയിലൊക്കെ 100 രൂപയ്ക്ക് 3 എന്നൊക്കെ പറഞ്ഞ് വരുന്നത് ഏറ്റവും ചെറിയ സൈസാണ്. ഒരുപാട് പേരാണ് കേട്ടോ ഈ ഒരു കൃഷി രീതി പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശത്തുനിന്ന് പോലും ഈ ഒരു വാഴക്കുളം എന്നുള്ള ഒരു ഏരിയയിലേക്ക് വരുന്നത്. കണ്ണാഞ്ചക്ക എന്നാണ് കേട്ടോ പ്രാദേശികമായിട്ട് പൈനാപ്പിളിന് ഇവർ പറയുന്നത്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ വേറെ ഏരിയയിൽ ഇപ്പോൾ കയ്യോടെ പൊട്ടിച്ചതേ വണ്ടിയിൽ കയറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചേട്ടന്മാരുടെ പിന്നാലെ വഴി നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് എത്താം. കേരളത്തിൽ കൂടുതലായിട്ടും പഴുത്ത പൈനാപ്പിളാണ് വിതരണം ചെയ്യുന്നത്. പഴുക്കാറായിട്ടുള്ള പൈനാപ്പിൾ കൂടുതലും പുറത്തേക്കാണ് പോകുന്നത്. ഉത്തരേന്ത്യ വിപണിയിലേക്കാണ് കൂടുതലും പോകുന്നത്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പൈനാപ്പിൾ കയറ്റി പോകുന്നുണ്ട്. ഈ ഒരു പൈനാപ്പിൾ തോട്ടത്തിൻ്റെ ഇടയിലായിട്ട് റബ്ബറും പുതിയതായിട്ട് ഇടവിള കൃഷിയായിട്ട് ചെയ്തു വരുന്നുണ്ട് ഇവർ. ഇങ്ങനെ കാലക്രമേണ ഈ ഒരു തോട്ടങ്ങളെല്ലാം റബ്ബറിൻ്റെ തോട്ടങ്ങളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെറിയൊരു തുകയ്ക്ക് ഇവിടുന്ന് പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അത്യാവശ്യം വണ്ടി നിറച്ച് പൈനാപ്പിൾ തന്നിട്ടുണ്ടായിരുന്നു അവർ. ഇതുപോലെ ഏക്കർ കണക്കിന് തോട്ടങ്ങളാണ് ഈ ഒരു ഏരിയയിലുള്ളത്. മഴക്കാലത്ത് ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ സമയത്തും ഇവരുടെ കൃഷി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അതായത് തൈ വയ്ക്കുക എന്നാണ് പറയുക. ഒരു പൈനാപ്പിൾ കൃഷിയുടെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മുതൽ 12 മാസം വരെയാണ് കേട്ടോ വിളവെടുപ്പിൻ്റെ സമയം. പൈനാപ്പിൾ കൃഷിയുടെ ഫസ്റ്റ് വിളവെടുപ്പ് എന്ന് പറയുന്നത് നട്ട് കഴിഞ്ഞതിന് ശേഷം 10 മുതൽ 12 മാസം വരെയാണ്. അതിനുശേഷം അതിൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ചുവട്ടിൽ നിന്നോ വരുന്ന ബ്രാഞ്ചുകളിൽ നിന്ന് ഒരു 8 മാസം കഴിഞ്ഞാൽ വീണ്ടും വിളവെടുക്കാൻ സാധിക്കും കേട്ടോ. ഇവരെല്ലാവരും പൈനാപ്പിൾ വാരിക്കൂട്ടി ഇടുകയാണ് കേട്ടോ. അതിനുശേഷം വേറെ ടീമുകൾ വന്നിട്ട് അത് വണ്ടിയിലേക്ക് കയറ്റും. നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഈ ചേട്ടന്മാർക്ക് നമ്മുടെ വലിയ എന്തോ ചാനലാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം കൃഷി ചെയ്തതിന് 3 വർഷം വരെ ആ ഒരു ചെടിയിൽ നിന്ന് ആദായം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഒരു ചെടിയിൽ നിന്ന് ഒരു കൈതച്ചക്കയാണ് ലഭിക്കുക കേട്ടോ. മാക്സിമം ഒരു പൈനാപ്പിളിന് 1 കിലോ മുതൽ 1.5 കിലോ വരെ തൂക്കം ലഭിക്കും. പൈനാപ്പിൾ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെങ്കിൽ നല്ല വെയിലടിക്കുന്ന സ്ഥലങ്ങളിലാണ് സാധാരണ പൈനാപ്പിൾ കൃഷി ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വിളവെടുപ്പ് ലഭിക്കുന്നത്. പൈനാപ്പിളിൻ്റെ വില നിശ്ചയിക്കുന്നത് ഒരു ചെറിയൊരു ഗ്രേഡ് പോലെയാണ്. അതായത് പഴുക്കാറായ പൈനാപ്പിളും പഴുത്ത പൈനാപ്പിളും അങ്ങനെ 2 രീതിയിൽ ഗ്രേഡ് തിരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പച്ച പൈനാപ്പിളിന് 800 ഗ്രാമിന് മുകളിലുള്ളത് എ ഗ്രേഡും 800 ഗ്രാം മുതൽ 600 ഗ്രാമിൻ്റെ ഇടയിൽ വരുന്നതിന് ബി ഗ്രേഡും അതിന് താഴെ സി ഗ്രേഡായിട്ടും പറയുന്നു. അതുപോലെ തന്നെ പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ 1 കിലോന് മുകളിൽ വരുന്നതിന് എ ഗ്രേഡും 1 കിലോ മുതൽ 600 ഗ്രാം വരെ വരുന്നതിന് ബി ഗ്രേഡും 600 ഗ്രാമിന് താഴെ വരുന്നത് സി ഗ്രേഡുമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഒരു ഗ്രേഡ് അനുസരിച്ചിട്ടാണ് പൈനാപ്പിളിൻ്റെ വിലയും നിശ്ചയിക്കുന്നത്. ഏകദേശം എ ഗ്രേഡ് പൈനാപ്പിളിന് 60-65 രൂപ വിലയുള്ളപ്പോൾ ബി ഗ്രേഡ് പൈനാപ്പിളിന് 30-35 രൂപയാണ് വരുന്നത്. അതുപോലെ സി ഗ്രേഡ് പൈനാപ്പിളിന് 15 മുതൽ 20 രൂപയാണ് വില വരുന്നത് കേട്ടോ. ഇത് ഫുള്ള് പൈനാപ്പിൾ കയറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് മഹാരാഷ്ട്രയ്ക്ക് കയറ്റി പോകുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ.